ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇൻസ്റ്റമാമി ഇടിയപ്പം നൂഡിൽസ് മേക്കറാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ആലുവയിൽ നിന്നാണ് ഇടിയപ്പം നൂഡിൽസ് മേക്കർ വാങ്ങിയത്. ആലുവയിൽ PGൻ്റെ ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇടിയപ്പം മേക്കർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ തവയാണ് കേട്ടോ ഇത്. 2000 റുപ്പീസാണ് ഇടിയപ്പം മേക്കറിനായത്. ഇടിയപ്പം നൂഡിൽസ് മേക്കറിൽ യൂസ് ചെയ്യുന്ന മോൾഡുകളുടെയൊക്കെ പിക്ചറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോൾഡുകളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടിയപ്പം മേക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് സ്റ്റെപ്പ് വൈസ് പിക്ചറുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ലീഫ്ലെറ്റുകളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചാർജറും അതുപോലെ 5 മോൾഡുകളും എല്ലാം ഇതിനകത്തുണ്ട്. കട്ട് ചെയ്യാനുള്ളൊരു സാധനവും കൂടെ വെച്ചിട്ടുണ്ട് അവർ, ഇടിയപ്പം മേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ളത് കൂടെ. അപ്പോൾ നമുക്ക് മോൾഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 5 മോൾഡ്സാണ് അവർ വെച്ചേക്കുന്നത്. നമുക്ക് നൂഡിൽസ്, ഇടിയപ്പം അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്യണമെങ്കിൽ പലഹാരങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന മോൾഡുകളുണ്ട്. വാറണ്ടി പേപ്പറും അതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഡീറ്റെയിൽസും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ വായിച്ച് നോക്കാം. 1 ഇയർ വാറണ്ടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു 3 to 4 അവർ ഇത് ചാർജ് ചെയ്തിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പം കുറച്ച് നേരം ചാർജ് ചെയ്താൽ മതിയാവും. ഫസ്റ്റ് ടൈം ഞങ്ങളൊരു 3 to 4 അവർ ചാർജ് ചെയ്തിട്ടിരുന്നു. ഇതിപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം എടുത്തേക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ചാർജ് ചെയ്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. മോൾഡും എല്ലാം ഞാൻ വാഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ചെറിയ ഹോളുള്ള മോൾഡാണ് നമ്മൾ ഇടിയപ്പം മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ 2 മോൾഡ് വെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഏറ്റവും ചെറിയ ഹോളുള്ള മോൾഡാണ് എനിക്ക് ഇടിയപ്പത്തിൻ്റെ സൈസിൽ കിട്ടിയത്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് മോൾഡൊക്കെ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫിക്സ് ആയിട്ടിരിക്കും. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് റിവേഴ്സ് എടുക്കും. ഞാൻ ഈ ഇടിയപ്പം മേക്കർ വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്ത് ആ തിളച്ച വെള്ളം പൊടിയിലോട്ട് കുറച്ച് ചേർത്ത് കൊടുത്ത് ഡോവ് മേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ കടയിൽ നിന്ന് മേടിക്കുന്ന അപ്പം ഇടിയപ്പം പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡോവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടിയപ്പം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്ര നിറച്ച് ഫില്ല് ചെയ്യണ്ട കേട്ടോ. ഒരു 3/4 എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇത്രയും ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് റിവേഴ്സ് ബട്ടൺ. ഇത് നമ്മൾ ഫുള്ളി റിവേഴ്സ് എടുത്തിട്ടാണ് അതിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. അത് നല്ലതായിട്ട് ഫിക്സ് ആയിക്കോളും. ഞാൻ ഒരു ട്രിപ്പ് നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ പാത്രത്തിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ പാത്രത്തിനോട് ചേർത്ത് പിടിച്ചിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഇടിയപ്പം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു കട്ടർ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് അവർ തന്നിട്ടുള്ള കട്ടർ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇടിയപ്പത്തിന് നൂലപ്പം, നൂൽപുട്ട് അങ്ങനെ വേറെ പേരുകളും ഉണ്ട്. ഞങ്ങൾ കൂടുതലും ഇടിയപ്പം എന്നാണ് യൂസ് ചെയ്യാറ്.
ഒരു ട്രിപ്പിൽ എനിക്ക് 4 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇടിയപ്പത്തിൻ്റെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ രണ്ടാമത്തെ ഡോ ഫില്ല് ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പം മേക്കർ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കുറേ ഇടിയപ്പം മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 2 പാത്രത്തിലോട്ടായിട്ട് ഇടിയപ്പം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരെണ്ണം ഞാൻ ഡിഫറെൻറ്റ് മോൾഡ് വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ സൈസ് ശരിയായില്ല. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രം ഞാൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിലോട്ട് നമുക്ക് ഇടിയപ്പമൊക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ മുട്ട റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ഇടിയപ്പവും കൂടെ ഞാൻ റെഡിയാക്കി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇടിയപ്പം മാത്രമല്ല, നമുക്ക് ഹോം മെയ്ഡ് പാസ്ത, നൂഡിൽസ് ഇതൊക്കെ നമുക്ക് ഇടിയപ്പം മേക്കർ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.